നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്കൂളിലെ അസൈൻമെന്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഈ മൊഡ്യൂളിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇതിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത്, അതായത് വേർഡ് പ്രോസസ്സറിന്റെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ മാഗസിൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചുരുങ്ങിയത് 5 പേജുള്ള ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അസൈൻമെന്റ്. അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണമെന്ന് ചോദിച്ചാൽ, നമ്മൾ വേർഡ് പ്രോസസ്സറിന്റെ രണ്ടാമത് ചെയ്ത പോയംസ്, ടൈപ്പിംഗ് പോയംസ്, അതുപോലെ മൂന്നാമത് ചെയ്ത ലെറ്റ്സ് മേക്ക് ടെക്സ്റ്റ് ആൻഡ് പാരഗ്രാഫ് അട്രാക്റ്റീവ്, 5ാമത് ചെയ്ത ഇമേജ് ഇൻസേർട്ടിംഗ്, 6ാമത് ചെയ്ത ടേബിൾ ക്രിയേഷൻ, 7ാമത് ചെയ്ത മലയാളം ടൈപ്പിംഗ്, ഇതിലെല്ലാം ODT ഫയലുകൾ എടുത്ത് അതിൽ നിന്നും ഒരു പുതിയ ഫയൽ എടുത്തിട്ട് അതെല്ലാം ഒന്നിലേക്ക് സേവ് ചെയ്യുക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിലേക്ക് സേവ് ചെയ്ത് ആ ODT ഫയൽ ഒറ്റ ഫയലാക്കി സേവ് ചെയ്യുക. ഇതെങ്ങനെ സേവ് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ പുതിയൊരു ഫയലിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണെന്ന് ചോദിച്ചു വെച്ചാൽ കോപ്പി പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ വേർഡ് പ്രോസസ്സർ ഫയലിനെ പേജ് ഫോർമാറ്റിംഗ് ഉപയോഗിച്ചിട്ട് അതിന് ബോർഡറോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചന്തം വരുത്താൻ പറ്റുമോ അതെല്ലാം ചെയ്യുക. അതിനുശേഷം ഇത് ഡിജിറ്റൽ മാഗസിൻ എന്ന ഹെഡറും ഫൂട്ടറിൽ പേജ് നമ്പറും കൊടുക്കുക. അതിനുശേഷം ഈ ഫയൽ സേവ് ചെയ്യുക. ഈ സേവ് ചെയ്യേണ്ടത് പേരെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് നൽകി സേവ് ചെയ്യുക. അതിനുശേഷം ആ മാഗസിനെ പിടിച്ച് PDF ഫോർമാറ്റിലാക്കുക. PDF ഫോർമാറ്റിലാക്കിയിട്ട് ഞാൻ ഇവിടെ പറയാൻ പോവുകയാണ്. ഇവിടെ അപ്ലോഡ് അസൈൻമെന്റ് എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തു വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നു വരും. അപ്ലോഡ് അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട്, സബ്മിഷൻ സ്റ്റാറ്റസ് നോ അറ്റംപ്റ്റ് എന്നാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ നോട്ട് ഗ്രേഡഡ്. ഇത് ചെയ്തു കഴിഞ്ഞ് ഗ്രേഡ് ഇട്ട് കഴിഞ്ഞാലാണ് അവിടെ ഗ്രേഡഡ് എന്ന് വരുള്ളൂ. ഇനി ബാക്കിയുള്ള സമയം എന്നാണ് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. 14-ാം തീയതി നവംബർ 2020 10 മണിക്കാണ് അത് ഇത് ചെയ്യാനുള്ള ലാസ്റ്റ് സമയം എന്നുള്ളത്. 5 ദിവസവും 5 മണിക്കൂറുകളും ഉണ്ട് ഇപ്പോൾ ചെയ്യാൻ എന്നുള്ളതാണ് അടുത്തത് കാണിക്കുന്നത്. എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ട് മോഡിഫൈ ചെയ്തു വെച്ചാലാണ് ഇവിടെ ആ ഡേറ്റ് അല്ലെങ്കിൽ ആ സമയം കാണിക്കുകയുള്ളൂ. ആഡ് സബ്മിഷൻ എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ആഡ് സബ്മിഷൻ കൊടുക്കുക. ആഡ് സബ്മിഷൻ കൊടുത്തു. ഇനി അപ്ലോഡ് അസൈൻമെന്റ് എന്നുള്ളത് ഇങ്ങനെ വരും. അത് കഴിഞ്ഞു വെച്ചാൽ ഫയൽ സബ്മിഷൻ എന്ന് വരും. ഫയൽ സബ്മിഷൻ. അപ്പൊ ഈ ഫയൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഇവിടെ പ്ലസ് എന്ന് കാണും. അതിൽ ആഡ് എന്ന് കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഓപ്പൺ ആയി വരും ഫയൽ സബ്മിഷൻ എന്നുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ആഡ് ഉണ്ട് പ്ലസ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്തു വരും. അതായത് ഫയൽ പിക്കർ എന്ന് പറഞ്ഞിട്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസ് ചെയ്യണം. ഫയൽ ബ്രൗസ് ചെയ്തു വെച്ചാൽ നമുക്ക് ഏതാണോ ഡെസ്ക്ടോപ്പ് ആണെച്ചാൽ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഹോമിലാണെച്ചാൽ ഹോം, എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിൽ പോയി അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തു വെച്ചാൽ നമുക്ക് ആ ഫയൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് ഏത് പേരിലാണോ സേവ് ചെയ്യേണ്ടത് ആ പേര് ഇവിടെ കൊടുക്കുക. ആരുടെ പേരാണോ അവിടെ ഓതർ അവരുടെ കൊടുക്കുക. എന്നിട്ട് അപ്ലോഡ് ദിസ് ഫയൽ എന്ന് കൊടുക്കുക. ഈ അപ്ലോഡ് ദിസ് ഫയൽ എന്ന് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഉടനെ പെട്ടെന്നൊന്നും നമ്മൾക്ക് ചിലപ്പോൾ സേവ് ആകില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നെറ്റിന്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും ഇത് അപ്ലോഡ് ആവുക. അപ്പൊ അതിനനുസരിച്ചായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. കുറച്ച് സമയമെടുക്കും. അപ്പോൾ അതിലൊരു സേവ് വരും. സേവ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിലോട്ട് പോകുവാൻ പാടുകയുള്ളൂ. ഇതാണ് എന്ത് ചെയ്യാനുള്ള വഴി. അസൈൻമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യുവാനുള്ള വഴി. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.